ദിവസം നബി തങ്ങൾ മദീന പള്ളിയിൽ വിശ്രമിക്കുന്ന വേളയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് റാവി പറയുകയാണ്, ഫസഅൽതു, നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മത്തശ്ദീദുല്ലദീ നസൽ, ഇന്നലെ അങ്ങ് നെറ്റിത്തടത്തിൽ കൈവച്ചുകൊണ്ട് ആകാശ ലോകത്തേക്ക് കണ്ണും നട്ടിരുന്ന് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റും ചൊല്ലി എന്തോ ഒരു ഭയങ്കരമായ സംഭവം ഇതാ ഈ മദീനയുടെ മണ്ണിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ നബിയെ, അതെന്താണ് നബിയേ, അതെന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫിദ്ദൈൻ, കടത്തിന്റെ പ്രശ്നമാണ്, കടമിടപാടുകളുടെ പ്രശ്നമാണ്, ഇടപാടുകളിൽ പൂർത്തിയാകാതെ മരിച്ചു പോകുന്നവരുടെ സംഭവമാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുകയാണ്, ഏ സഹാബത്തെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ ഒരാൾക്കൊരവസരം ലഭിച്ചു എന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് വീണ്ടും അള്ളാഹു ജീവൻ നൽകുകയും രണ്ടാമത്തെ ശരീരവുമായി അള്ളാന്റെ മാർഗത്തിൽ വീരമൃത്യു വരിക്കാൻ അദ്ദേഹം ആ ശരീരവുമായി വന്നു. സുമ്മ ഖുതില ഫീ സബീലില്ലാഹ്, രണ്ടാമതും അദ്ദേഹം വീരമൃത്യു വരിച്ചു. സുമ്മ ആശ, വീണ്ടും അള്ളാഹു രണ്ടാമതും പുനർജന്മം നൽകി. സുമ്മ ഖുതില ഫീ സബീലില്ലാഹ്, മൂന്നാമത്തെ പ്രാവശ്യവും ആ ശരീരം കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ അടരാടി തന്റെ ശരീരത്തിന്റെ മജ്ജയും മാംസവും ഛിന്ന ഭിന്നമായി പരിശുദ്ധമായ റബ്ബിന് വേണ്ടിയിട്ട് തന്റെ ശരീരത്തിന്റെ മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടി ബലി നൽകാൻ തയ്യാറാവുകയും 3 പ്രാവശ്യം ഷഹാദത്ത് വരിക്കാൻ ഒരാൾക്ക് അവസരം ലഭിക്കുകയും ചെയ്താൽ വഅലൈഹി ദൈനുൻ, ആ 3 പ്രാവശ്യം ഷഹാദത്ത് വരിക്കാൻ സൗഭാഗ്യം ലഭിച്ചവന് 1 രൂപയുടെ കടമിടപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, സഹാബത്തെ, അവൻ സ്വർഗത്തിൽ കടക്കില്ല സഹാബത്തെ. മനസ്സിലായോ? 3 പ്രാവശ്യം യുദ്ധം ചെയ്ത് മരിക്കാൻ ഒരു സാഹചര്യം അവ കൊടുത്തു. പക്ഷെ കടക്കാരനാണ്, കടമിടപാടുകൾ പൂർത്തിയാക്കാതെ മരിച്ചുപോയി. ലാ യദ്ഖുൽ ജന്ന. അരികിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, യബ്നൽ ഖത്താബ് ഇദ്ഹബ് ഫനാദി ഫിന്നാസ് ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ. ഉമറേ, ഇറങ്ങിപ്പോയി ജനങ്ങളോട് പറയൂ ഉമറേ, അന്നഹു വിഷയം ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, വിശ്വാസികളല്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കില്ല ഉമറേ. لا تقبل صلاة بغير طهور ولا تقبل صدقة بغلول. ശുദ്ധിയില്ലാത്തവന്റെ നമസ്കാരം അല്ലാഹ്ക്ക് വേണ്ട, വഞ്ചിച്ചെടുത്തവന്റെ സദഖയും അല്ലാഹ്ക്ക് വേണ്ട. നബിയുനാ റസൂലുള്ളാഹി 1 രൂപ കടക്കാരനായിട്ട് മരിച്ചു പോയാലേ അവരുടെ രംഗം എന്താ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, 12 ഈ ആയത്തിന്റെ ഇറങ്ങിയ പശ്ചാത്തലോട് പറഞ്ഞാൽ നിർത്താൻ സമയമില്ല. 1 മണിക്ക് ഇവിടെ മൗലൂദ് തുടങ്ങാനുള്ള ഈ ആയത്തിന്റെ സംഭവം പറഞ്ഞേക്കാം, ഒന്ന് മനസ്സിലാക്കാം. നമ്മളൊക്കെ ധരിക്കൂ മുസ്ലിങ്ങളെ സ്വത്ത് മാത്രം എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ബാക്കിയുള്ളവരുടെയൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ചെരുപ്പടിച്ച് മാറ്റിക്കൊണ്ട് പോയവന് നാളെ ആഖിറത്തിൽ കൊണ്ടുവരുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്രോൾ ഊറ്റിയോ മൊബൈൽ അടിച്ചു മാറ്റിയവൻ, ആസ്മയുടെ അസുഖം, ആസ്മ പറഞ്ഞ വലിവ്, എന്ത് വലിവ്, റിയാലിന്റെ വലിവ്, ദിർഹം വലിക്കല്, കടയിൽ ഏൽപ്പിച്ചിട്ട് നല്ല വിശ്വാസം, 5 നേരം നിസ്കാരമൊക്കെ ഉള്ള ഇയാൾ ജമാഅത്തിൽ മോലാളി പള്ളി പോകുമ്പോൾ ഇയാൾ പോലെ ഇയാൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ചില ആളുകൾ മോലാളിമാര് മേശ പൂട്ടിയിട്ടേ പോകാറുള്ളൂ. ഇത്രയും വിശ്വാസമുള്ളവരെ ഇവരെന്തിനാ പൂട്ടുന്നത്? തുറന്നിട്ട് കൂടെ അവന്റെ അമല് നാളെ അവിടെ കിട്ടൂലേ? കടമിടപാടുകൾ ബാക്കിയാക്കിയിട്ട് 1 രൂപ അവന്റെ ഇവന്റെയൊക്കെ എടുത്തിട്ട് പോയാല് ഒരു സൂചി നൂലിന്, നിങ്ങളൊരു സൂചി നൂലും പറഞ്ഞ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണം. സൂചി നൂലിന്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, അൽ ഖൈൽ വൽ വസ്ൻ അമാനത്ത്, അളവിലും തൂക്കത്തിലും അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തോ, കുറവങ്ങാനും വന്നു പോയ എന്റെ പൊന്നെ, നാളെ ആഖിറത്തിൽ നിന്റെ അമലുകൾ നഷ്ടപ്പെടും. നിന്റെ അമലുകൾ മീസാനിലെ ത്രാസിൽ ഹിക്മത്ത് ഉണ്ടാക്കി വെക്കണ്ട. പമ്പുകാര് ചെയ്യും, ചിലപ്പോ പമ്പുകാര് ഇലക്ട്രോണിക് മീസാൻ ത്രാസ്, അതിൽ ഹിക്മത്ത് ഉണ്ടാക്കി വെക്കും. 1 ഗ്രാമോ 1/2 ഗ്രാമോ എടുക്കാൻ, എടുത്തിട്ട് എന്ത് ചെയ്യാന്? ആഖിറത്തിൽ പോകുമ്പോ വൈലുൽ ലിൽ മുതഫിഫീൻ